ഒരു 67 സെന്റ് സ്ഥലത്തില് ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീട്, അതൊരു 3-4 വർഷം പഴക്കമുള്ളത്. അങ്ങനെ ഒരു വീടായാലോ നമുക്കിന്ന് കാണാൻ? അങ്ങനെ ഒരു വീടാണോ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുക. പാല കാഞ്ഞിരപ്പള്ളി റോഡിലാണ്. പാല കാഞ്ഞിരപ്പള്ളി റോഡില് 67 സെന്റ് സ്ഥലവും വീടും ഒരു നല്ലൊരു തോടിന്റെ വക്കത്ത്. ചില ആൾക്കാർക്ക് ആഗ്രഹിക്കുന്ന, പണ്ടൊക്കെ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഒട്ടനവധി ആൾക്കാർ വിളിച്ചു ചോദിക്കുന്ന റിവർ ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടോ? ഇതാ ഉണ്ട്. വെള്ളമൊന്നും കയറുകയില്ല, അതോർത്ത് നിങ്ങൾ പേടിക്കുകയും വേണ്ട. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഉണ്ടാവില്ലാത്ത മേഖലയാണ്. റിവർ ഫ്രണ്ടേജ് വലിയ മീനച്ചിലാറിന്റെ ഫ്രണ്ടേജ് ഒന്നും അല്ല, എന്നാലും ഒരു റിവർ ഫ്രണ്ടേജ് ആയിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി. നല്ല പച്ചപ്പ്, നല്ല ഫ്രൂട്ട്സ് ഒക്കെ കൃഷി ചെയ്ത് നല്ല വിളവൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയുടെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. 2,75,00,000 രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആണ്. 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ആണ്. ഒരു മോഡൽ എന്ന് പറയുന്നത് നല്ലൊരു കിടുക്കാച്ചി മോഡൽ വീടാണ്. അതുകൊണ്ട് വീടിന്റെ മൊത്തം വീഡിയോയും കാണാൻ ശ്രമിക്കുക. ഇതിന്റെ ടോയ്ലറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുമ്പോൾ 67 സെന്റ് സ്ഥലവും ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ല ഒരു ഗംഭീര വീടും പാല കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണ്. നമ്മൾ ടാർ റോഡ് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ടാർ റോഡിൽ നിന്ന് നല്ല റെസിഡൻഷ്യൽ മേഖലയായിട്ടുള്ള നല്ലൊരു റോഡ് ഫ്രണ്ടേജിൽ നിന്നുകൊണ്ട് നമ്മൾ വീടിൻ്റെ വ്യൂ ഒന്ന് നോക്കുക. ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നതിലേക്കായാലും വലിയ വ്യൂ ആണ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്ന് എനിക്ക് തോന്നി. കാരണം വീടിനകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നതിനേക്കാളും, അതായത് ഫോട്ടോ വ്യൂവിനേക്കാളും കൂടുതൽ സൗകര്യങ്ങളാണ് ഈ വീടിനെന്ന് തോന്നി. ഈ റൈറ്റ് സൈഡിൽ കണ്ട ഒരു മീൻകുളമാണ്. നല്ല വലിപ്പമേറിയൊരു ഗേറ്റ്. ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് അപ്പുറത്തോട്ട് മാറ്റിയിട്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഫ്രണ്ടിലിട്ട് കഴിഞ്ഞാൽ മുറ്റത്തിൻ്റെ വലിപ്പം കാണാൻ സാധിക്കില്ലല്ലോ എന്നോർത്ത് 2 വണ്ടികൾ ഈസി ആയിട്ട് കയറ്റിയിട്ടിരിക്കുന്ന, അതൊരു ഇന്നോവയും ഒരു ജീപ്പും കയറ്റിയിട്ടിരിക്കുന്ന നല്ലൊരു കാർ പോർച്ച്. അതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും ഒരു ബൈക്ക് വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു മീൻകുളം ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ലൊരു മീൻകുളമാണ്. ഈ കാണുന്ന പ്രോപ്പർട്ടി എല്ലാം കൂടി ഉൾപ്പെടെയാണ്, ഇവിടെ ഒരു പട്ടിക്കൂട് വെച്ചിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി എല്ലാം കൂടി ഉൾപ്പെടെയാണ് ഈ 67 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത്. ഇതൊരു നല്ലൊരു തോടിൻ്റെ കരയിലാണ് ഇരിക്കുന്നത്. എന്നാൽ വെള്ളം ഒട്ടും കയറാത്തൊരു മേഖല കൂടിയാണ്. നല്ലൊരു തോടിൻ്റെ കരയിലിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം നല്ല കരിങ്കല്ല് കെട്ടി എല്ലാം ഡെവലപ്പ് ചെയ്ത് സ്റ്റെപ്പാക്കി നിർത്തി അത് എല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്ത്, എന്തൊക്കെയാണ് കൃഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം ഫ്രൂട്ട്സുകൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സുകൾ എല്ലാത്തരം, ഇതിൻ്റെ ഒന്നും പേര് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും പറയുന്നില്ല. കാരണം റംബൂട്ടാന്, മാവ്, പ്ലാവ് എന്ന് വേണ്ടുന്ന, ജാതി, കൊക്കോ എന്ന് വേണ്ടുന്ന എല്ലാത്തരം കൃഷികളും ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ലൊരു പക്ക പുരയിടമാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു നല്ലൊരു സൈലൻ്റ് ഏരിയ. എന്നാൽ അടുത്തുള്ള വീടുകളൊക്കെ തന്നെ ഒരു 10,000, 2,000, 3,000 സ്ക്വയർ ഫീറ്റ് വീടുകൾ. ഇവിടെ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇത് കമുക് കാണാം, പ്ലാവ് കാണാം, റംബൂട്ടാൻ കാണാം, അതുപോലെ തന്നെ ജാതി, എല്ലാത്തരം ഇതുണ്ട്. തെങ്ങൊക്കെ എത്ര തെങ്ങാണ് കായ്ച്ചു നിൽക്കുന്നതെന്ന് നോക്കാം. ഇത്രയും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, ഗംഭീരമായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അപ്പോൾ ചോദിക്കുന്ന വില 2,75,00,000 രൂപയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ പറമ്പ് മുഴുവൻ ഇറങ്ങി കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറമ്പ് മുഴുവൻ ഇറങ്ങി നടന്ന് കാണുന്നില്ല. എങ്കിൽ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ കൃഷിത്തോട്ടങ്ങൾ. 67 സെൻറ്റ് സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി. 67 സെൻറ്റ് സ്ഥലത്തിനകത്തൊരു പ്രോപ്പർട്ടി, ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഒരു ഗംഭീര വീട് നിങ്ങൾക്ക് കിട്ടിയാലോ, നല്ലൊരു തറവാടിയായിട്ട് നല്ലൊരു രീതിയിലങ്ങ് ജീവിച്ചാലോ, അതിന് പറ്റിയൊരു വീട് തന്നെയാണിത്. തൊട്ടടുത്തുള്ള വീടുകളൊക്കെ ലോക്കലൊന്നും അല്ല, നല്ല അടിപൊളി വീടുകളാണ്. നല്ല 2,000, 3,000, 4,000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളൊക്കെ തന്നെയാണ് അടുത്തുള്ളതും. ഇതാണ് കൃഷിത്തോട്ടം. ഇവിടെ അദ്ദേഹത്തിന്, ഇതിൻ്റെ ഓണർക്ക് ജാതി ബഡ് ചെയ്യുന്നത്, റംബൂട്ടാൻ ബഡ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് കൃഷികളൊക്കെ നമുക്കിവിടെ കാണാം. നല്ലൊരു കർഷകനാണ് എന്നെനിക്ക് തോന്നി. എല്ലാം കായ്ഫലങ്ങളുള്ള നല്ല ഒരു കൃഷിത്തോട്ടം തന്നെയാണ്. അപ്പോൾ 2.25 കോടി രൂപ ചോദിച്ചാൽ അതൊട്ടും കൂടുതലല്ല ഈ ലൊക്കേഷനെ സ്ഥിതി ചെയ്യുന്നത്.
കാരണം നമുക്ക് ടൗണിലേക്ക്, അതായത് കടകളൊക്കെ ഉള്ള കവലയിലേക്ക് ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, കോൾഡ് സ്റ്റോറേജ്, പലചരക്ക്, പച്ചക്കറി എന്ന് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഇറങ്ങാനായിട്ട് വെറും 400 മീറ്റർ ദൂരമേ ഉള്ളൂ. 24 മണിക്കൂറും ബസ് സർവീസുള്ള, വാഹന സൗകര്യമുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുവാനായിട്ട് 400 മീറ്റർ ദൂരമേ ഉള്ളൂ. ഏത് സൂപ്പർ ഫാസ്റ്റും ഏത് സൂപ്പർ ഡീലക്സും നിർത്തുന്ന ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ അത്രയും ദൂരമേ ഉള്ളൂ. ഇത്രയും സൗകര്യത്തിനകത്ത് ഒരു നല്ലൊരു വീട് കിട്ടിയാലോ, അതാണ് നമ്മൾക്ക് ആവശ്യം. എല്ലാ സ്കൂൾ ബസ്സുകളും ഇതുവഴി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആനക്കല്ല് സ്കൂളിലേക്ക് പോകുവാനായിട്ട് എളുപ്പമാണ്, പൈക സ്കൂളിലേക്ക് പോകുവാനായിട്ട്, അതുപോലെ ഭരണങ്ങാന സ്കൂളിലേക്ക് പോകുവാനായിട്ട്, ഇങ്ങനെ പൊൻകുന്നത്തു നിന്നുള്ള സ്കൂൾ ബസ് വരെയും ഇതുവഴി വരുന്നുണ്ട്. പാലായിൽ നിന്നുള്ള സ്കൂൾ ബസ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്കൂൾ ബസ്സുകളും വരുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുവട്ടം നിങ്ങൾ ഏകദേശം ഒന്ന് കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. ഈ വീടിൻ്റെ ചുറ്റുവട്ടം കണ്ടിട്ട് നമ്മളിനി ഈ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ വീടിൻ്റെ കാർ പോർച്ചും ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭയങ്കര ക്യൂട്ടാണ്. കാരണം ഇത് ഒരു സെപ്പറേറ്റ് വീടിൽ നിന്നും വീടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, എങ്കിലും വീട്ടിൽ നിന്നും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഇരിക്കാനൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഒരു പാർട്ടി മീറ്റിങ്ങൊക്കെ ഒരു 8-10 പേരുടെയൊക്കെ ഒരു മീറ്റിംഗ് വെക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട്സൊക്കെ വന്നിരിക്കുമ്പോൾ വീട്ടുകാർക്ക് ശല്യമില്ലാത്ത രീതിയിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന അടിപൊളി ലൊക്കേഷൻ. ഇതിനോട് ചേർത്ത് തന്നെയാണ് അടിപൊളി ക്രിയേഷൻ, അതിനോട് ചേർത്ത് തന്നെയാണ് കാർ പോർച്ചും. ഇതാണ് കാർ പോർച്ച് നമ്മൾ കാണുന്നത്. 2 വണ്ടി ഈസി ആയിട്ട് കയറ്റിയിടാൻ പറ്റുന്ന വലിപ്പമുള്ള കാർ പോർച്ച്. എല്ലാവരും കേരള തനിമയോടുകൂടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിർമ്മിതികളാണ്. നല്ല തേക്കൻ തടിയാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുക. വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ പോർഷനിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് കയറിയാണ് നമ്മുടെ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുക. ഇത് സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ കയറി കഴിയുമ്പോൾ തേക്കൻ തടികളാൽ നിർമ്മിതമായ ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ പാനൽ ചെയ്തിരിക്കുന്നു. ഡോറുകളെല്ലാം തേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഗംഭീരം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഈ വീടിന്. അത്രയ്ക്ക് ഗംഭീരമാണ് ഈ വീട്. നമ്മൾ നേരെ തുറന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോൾ വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് നമ്മളിവിടെ കാണുന്നത്. ഫ്രണ്ടിൽ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഫാമിലി ലിവിങ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഒരു വീടിൻ്റെ നോർമൽ രീതിയിൽ വരുമ്പോൾ ഇതൊരു ഫാമിലി ലിവിങ് അല്ല, ഗസ്റ്റ് ലിവിങ് ആയിട്ടാണ് വരേണ്ടത്. എങ്കിൽ പോലും ഇതൊരു ഫാമിലി ലിവിങ് ആയിട്ട് നമുക്ക് കരുതാം. ഒപ്പം ഇത് തേക്കൻ തടി കൊണ്ടാണ് ഈ പാർട്ടീഷൻ വർക്ക് എല്ലാം ചെയ്തിരിക്കുക. നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറുകയാണ്. ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ല സ്പേഷ്യസ് ആണ് ഡൈനിങ് ഹാളൊക്കെ. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നല്ലൊരു ഷോക്കേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് പോലെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അത് സേഫ്റ്റിയാണ്. നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുക. അതിനപ്പുറത്ത് ഇരുമ്പ് കൊണ്ടുള്ള നല്ല സേഫായിട്ട് തന്നെ കവർ ചെയ്തിട്ടുമുണ്ട്. അത് സിറ്റ് ഔട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തെങ്കിലും അത് കവർ ചെയ്ത് അതൊന്നും കൂടെ സേഫ്റ്റി വരുത്തിയിരിക്കുന്നതാണ്. നല്ല ഗ്ലാസ് എച്ച് ചെയ്തിരിക്കുന്ന ഗ്ലാസ്സാണ് ഇവിടെ കണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇത് TV യൂണിറ്റ്. ഇനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. AC ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ഈ സൈഡിലാണ് കബോർഡുകൾ ചെയ്തിരിക്കുക. ഡ്രസ്സിങ് ഏരിയയിലും കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ്, എല്ലാം ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലോസറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഷവർ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പാർട്ടീഷനാണ് ചെയ്തിരിക്കുക. ഒരു പോർഷൻ പോലെ തിരിച്ചാണ് ചെയ്തിരിക്കുക.
ഇതുണ്ടോ, ഇങ്ങനെയൊരു പോർഷനായിട്ട് തിരിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഷവർ ഏരിയയും അല്ലാതെ ടോയ്ലറ്റ് ഭാഗവും രണ്ടായിട്ട് തിരിച്ച് തന്നെയാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്രിയേഷൻ തന്നെയാണ്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു മോഡലാണ് ഈ ബാത്റൂമിൻ്റെ. കാരണം നമ്മൾ ഒത്തിരി വീടുകൾ കാണുന്നുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി മോഡലാണ്, നല്ല മോഡലാണെന്ന് എനിക്ക് തോന്നി. ഇവിടെ എല്ലാം കബോർഡുകൾ ഏറ്റവും ടോപ്പ് വരെ ചെയ്തിട്ടുണ്ട്. താമസിക്കുവാൻ വേണ്ടി പണിത് ഒരു 4 വർഷത്തോളമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്തെടുത്തിരിക്കുന്ന വീടാണ്. വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ബെഡ്റൂമുകളെല്ലാം അന്യായ വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്ക് ബെഡ്റൂമുകൾ വലിപ്പമുള്ളതായിരിക്കണം, ഹോള് വലിപ്പമുള്ളതായിരിക്കണം, എല്ലാ സൗകര്യങ്ങളും. കാരണം ഒട്ടും 3000 സ്ക്വയർ ഫീറ്റ് വീടാണ്. അത് ഒട്ടും സ്പേസ് കളയാത്ത രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂമുകളാണെങ്കിലും ഹോളിൻ്റെ ആണെങ്കിലും കിച്ചൻ്റെ ആണെങ്കിലും എല്ലാവരും പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീടിൻ്റെ അകത്തെ പണികളൊക്കെ കാണുമ്പോൾ ചോദിക്കുന്ന വില ഒട്ടും കൂടുതലാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. കാരണം താമസിക്കുവാൻ വേണ്ടി പണിത് വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈ സ്വന്തമായിട്ട് വീട് പണിയുന്ന സമയത്ത് പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല വില കൂടിയ സാധനം തന്നെ എടുക്കും. ഞാൻ ആകെപ്പാടെ ജീവിതത്തിൽ ഒരു വീടേ പണിയുന്നുള്ളൂ, അപ്പോൾ അതിൽ പിശുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വില കൂടിയ സാധനം തന്നെ എടുക്കും. അതേസമയം ഒരു ബിൽഡറാണെങ്കിൽ അദ്ദേഹം ആ ഒരു പല രീതിയിൽ വിലകൾ പേശി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് പല കടകളിൽ കയറി ഇറങ്ങി നടന്നൊക്കെ ആയിരിക്കും ഒരു ബിൽഡർ മെറ്റീരിയൽ എടുക്കുക. അവരെപ്പോഴും അവരുടെ തൊഴിലാണത്. അവരെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എവിടെ ചെന്നാലായിരിക്കും ടൈല് വിലക്കുറവിൽ കിട്ടുക. അത് കൂത്താട്ടുകുളം അല്ലെങ്കിൽ എറണാകുളം ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ കൂടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യും ഓരോ സാധനത്തിൻ്റെയും വില പഠിക്കുവാനായിട്ട്. അതേസമയം സ്വന്തമായിട്ടൊരു വീട് താമസിക്കുവാൻ പണിയുന്ന ഒരാളെ സംബന്ധിച്ച് അവർ അങ്ങനെ ചെയ്യാറില്ല. കാരണം അവരൊരു നല്ലൊരു കടയിൽ ചെന്ന് കയറുന്നു, അതിൽ ഏറ്റവും നല്ലത് എന്ന് കടക്കാരൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എന്തോ അവരെടുക്കുക എന്നുള്ളതാണ്. അത്രയും നല്ല ക്വാളിറ്റി സാധനങ്ങൾ, വില കൂടിയ സാധനങ്ങൾ തന്നെയാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഈ കബോർഡിന് ഈ അലമാരയ്ക്ക് അപ്പുറത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഞാനത് അറ്റാച്ച്ഡ് അല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടെയാണ് ടോയ്ലറ്റ്. എപ്പോഴും ഒരു പ്രൈവസിക്ക് മുൻതൂക്കം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സ്വിച്ചസ് ആവട്ടെ, വയറുകളാവട്ടെ, ബാത്റൂം ഫിറ്റിങ്സുകളാവട്ടെ, ബാത്റൂമിൻ്റെ മോഡൽ ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്തൊരു മോഡലാണ് ഈ ബാത്റൂമിനെന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം എത്രയോ കച്ചവടങ്ങൾ നമ്മൾ നടത്തുന്നു, എത്രയോ വീടുകൾ നമ്മൾ കാണുന്നു. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്, നല്ലൊരു മോഡലാണിത്. ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു മോഡൽ ടോയ്ലറ്റ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ഏറ്റവും നല്ല എൻജിനീയറെ കൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് വരപ്പിച്ച് അതുപോലെ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ല ലൊക്കേഷൻ തന്നെ തിരഞ്ഞെടുത്ത് ആ ലൊക്കേഷനിൽ പ്രോപ്പർട്ടി മേടിച്ച് അവിടെ തന്നെ വീട് പണിത് തീർത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി വീട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഷോക്കേസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഡൈനിങ് ഹാളിലൊരു കോക്കറി ഷെൽഫ് പോലെ എല്ലാം തേക്കൻ തടിയാണ്. ഡോറുകൾ, അകത്തെ ഡോറുകൾ, കബോർഡിൻ്റെ ഡോറുകൾ, അതുപോലെ തന്നെ മൊത്തം തേക്കൻ തടി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂം. ഇത് ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ്. ഈ ടോയ്ലറ്റ് ഗ്ലാസ് പാർട്ടീഷൻ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവർക്ക് ഈ കൂടുതൽ സ്ഥലവുമായിട്ടുള്ള വീടുകൾ ആഗ്രഹിക്കുന്നവർ ഒത്തിരി പേരുണ്ട്.
ആ സ്ഥലവുമായിട്ടുള്ള വീട് ആഗ്രഹിക്കുന്ന അനവധി പേർക്ക് ഇത് ഏറ്റവും ഉചിതമായൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമ്മുടെ ഒരു പ്രെയർ റൂമാണ് ഇവിടെ ചെയ്തിരിക്കുക. നല്ലൊരു പ്രെയർ റൂമാണ്. അതിനകത്ത് ഒരു മങ്ങിയൊരു നല്ലൊരു വെളിച്ചമാണ് ഇവിടെ ഉള്ളത്. വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നു എന്നെനിക്കറിയില്ല, പക്ഷേ ഏറ്റവും നല്ല ഒരു പ്രെയർ റൂം തന്നെയാണ് ഇവിടെ. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല കമൻറ്റുകൾ. വീട് നമ്മളിപ്പം ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ പറയുന്നതിനെപ്പറ്റി നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് അത് കമൻറ്റ് ചെയ്യാം. നല്ല വാക്കുകൾ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി പേര് കാണുന്ന വീഡിയോസാണ്. എല്ലാ വീഡിയോസും തന്നെ ഒരു 3000, 4000, 5000 പേരോളം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നല്ലൊരു തേക്കൻ തടി കൊണ്ടുള്ള നല്ലൊരു കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കയറിയത്. അവർ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വീഡിയോ ക്യാമറയുമായി വന്നത് അവർക്കൊരു ശല്യമായോ എന്നറിയത്തില്ല. ഏതായാലും നല്ലൊരു വീട്. സ്റ്റോർ റൂമുണ്ട്. അതുപോലെ തന്നെ സ്റ്റോർ റൂമൊക്കെ ആണെങ്കിൽ അങ്ങ് ടോപ്പ് അകത്തേക്കൊക്കെ സാധനങ്ങൾ എടുത്ത് വയ്ക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു സ്റ്റോർ റൂമാണ്. കിച്ചണുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. കിച്ചണൊക്കെ നല്ല വലിപ്പമുള്ള കിച്ചണാണ്. വർക്ക് ഏരിയ ആണെങ്കിൽ എല്ലാം തേക്കൻ തടി കൊണ്ടുള്ള കബോർഡുകൾ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുക. ആറ്റുമണൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീടാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും സ്വന്തമായിട്ട് താമസിക്കുവാൻ പണിതപ്പോൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. എന്താ പറയുന്നത്, സ്വന്തമായിട്ട് താമസിക്കുവാൻ പണിതപ്പോൾ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ പൈസ നോക്കാതെ ചെയ്തിരിക്കുന്നൊരു വീട് എന്നുള്ളതാണ് തോന്നിയത്. ഇതൊരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്രില്ലാണ്. ഇത് തേക്കൻ തടി കൊണ്ടുള്ളൊരു ഡോറ്. ഈ ഡോറ് തുറന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇതുവഴി അങ്ങ് ഇറങ്ങാം. ഇതൊരു നല്ലൊരു പക്ഷിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളതിന് നേരെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ വീടും സ്ഥലവും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും കാണണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് വന്നാൽ നേരിൽ കാണാം. നേരിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വില നെഗോഷിയേഷൻ ഉള്ളതാണ്. വില നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ പുതുപുത്തൻ വീഡിയോയുമേ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.